ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ പറയട്ടെ, മണവാള നത്തിങ് പേഴ്സണൽ. സോ ഗൈസ്, നമ്മൾ 2 ദിവസം മുന്നേ മണവാളൻ ഈഗിൾ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം മണവാളൻ പിന്നീട് ഈഗിൾ ഗെയിമിങ്ങിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തൻ്റെ ലൈവിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ ഷെയർ ചെയ്തതിനു ശേഷം വീണ്ടും അതിനകത്തിരുന്ന് എന്നാ താളവടിയായിരുന്നു. കേരളത്തിലെ മർഡനീഷ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഡോണ് മണവാളനാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൊണ്ടും കൊടുത്തും ഉടുത്തും പെടുത്തും വന്നവനാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവിടെ മണവാളൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൊണ്ടും കൊടുത്തും തീർത്തും തന്നെ നമ്മൾ എന്ത് ചെയ്ത് എല്ലാ കണക്കുകളും ഇതുവരെ നിന്നിട്ടുള്ളത് എല്ലാ കണക്കുകളും ഇതുവരെ കൊടുക്കാതെ ഒന്നും ബാക്കിച്ച് അതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാര്യം എന്റെ പഴയ സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ പോയി അല്ലെങ്കിൽ വന്ന വാർത്തകൾ നോക്കിയാൽ മതി എന്ന് മണവാളൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാർത്തകളിൽ നോക്കുമ്പോൾ മുടി മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു മണവാളനെയൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഹെയർ കട്ട് ചെയ്തപ്പോൾ ടെൻഷൻ അതാ ഹെയർ സ്റ്റൈലാ. നമ്മളങ്ങനെ അങ്ങനൊന്നും ഹെയർ സ്റ്റൈൽ കൊണ്ടൊന്നും തളർത്താൻ പറ്റില്ല. നമ്മളൊരു സ്റ്റൈൽ മാറ്റി നമ്മൾ വേറെ ലുക്കിൽ നമ്മൾ തന്നെ ഇറക്കും. മുടി മുറിച്ചതിനെ തുടർന്ന് മണവാളന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് വിവരം. അങ്ങനൊന്നും ഹെയർ സ്റ്റൈൽ കൊണ്ടൊന്നും തളർത്താൻ പറ്റില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, മണവാള ഈ ഈഗിൾ എന്ന് പറഞ്ഞ പരുന്താണ്. അപ്പം പരുന്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കഴിവുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഒരു പക്ഷിയാണ് പരുന്ത്. അതേപോലെ തന്നെ ഇന്ന് മണവാളനും അത്രയും ഉയരത്തിൽ അല്ലെങ്കിൽ പരുന്തിനേക്കാൾ ഉയരത്തിൽ പറക്കുന്നുണ്ട്. അത് സ്വന്തം കഴിവ് കൊണ്ട് പറഞ്ഞതല്ല, നാട്ടുകാർ പിടിച്ച് ഏറി കയറ്റിയതാണ്. അതിപ്പം നെപ്റ്റ്യൂണും പ്ലൂട്ടോയും കഴിഞ്ഞ് മറ്റേതോ ഗാലക്സിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആൾക്കാരെ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാണ്ടിരിക്കുക. ഇവിടെ മണവാളൻ ചെയ്തൊരു കാര്യം എന്താണ്, എനിക്ക് നിന്നേക്കാൾ വ്യൂവർഷിപ്പും സബ്സ്ക്രൈബർ കൗണ്ട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പാരിസൺ നടത്തിയിട്ട് ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ടല്ലോ. ഒട്ടും നല്ല കാര്യമല്ല മണവാള അത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, പണ്ടത്തെ ആ ടിക്ടോക്ക് ബാൻ ആയതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് ഒരു ബാൻ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മണവാളനും ഇല്ല, സാത്താനും ഇല്ല, ആരുമില്ല. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിനകത്ത് എനിക്ക് കൂടുതൽ വലിയവൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെ. അതിനുശേഷമാണ് നമ്മുടെ കൺമശി എഴുതിയേക്കുന്ന ഒരാളുണ്ടല്ലോ, ആ കുട്ടൻ വന്നിട്ട് പിന്നീട് ഈഗിളിനെതിരെ വന്നിട്ട് തെറി വിളിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വലിയ വീഡിയോ കട്ടിങ്സ് ഒന്നും ഇങ്ങോട്ട് വെക്കുന്നില്ല. ചെറിയൊരു 1.5 മിനിറ്റുള്ള ഒരു ട്രോൾ വീഡിയോ, സനിൽ ട്രോൾസിന്റെ ഒരു വീഡിയോ മാത്രം വെക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എന്താണ് സംസാരിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നുള്ള കാര്യം. എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രം പൂറിമോനെ നീ ആരാമായിരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ഓക്രിത്തരം കാണിച്ച ഇങ്ങനെയായിരിക്കും വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. എന്റെ ഡാഡി ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? എടാ, നിന്റെ അപ്പന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ വെട്ടി എരിഞ്ഞ് കുടിച്ചു മൂടിയാണ്. ചില്ലറ കഴിയല്ല അവന്റെ അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. കരിയപ്പലയാടി പൊലയാടി മോനെ, എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് കരിയേപ്പില വെച്ച് അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഈ എത്ര വലിയ പുണ്ണ ഗെയിമർ, എന്ത് പൂർണ്ണയാലും ഒരു മരുമില്ല. മനസ്സിലായില്ലേ? ആദ്യം നിന്റെ ഷോ നിർത്തും. ഞാൻ നിന്റെ അടുത്ത് എന്റെ വയല അറിയാതൊരു വാണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞ സോറി ഒക്കെ എന്തൊരു നീചനാണ്. പാവോടാ, അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. സോറി. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് ഒരു പര്യവസാനം. അറിയാതെ എന്റെ വായിന്ന് വന്നു പോയതാണ് നിന്റെ തന്ത എന്നുള്ള വാക്ക്. നിന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞത് അറിയാതെ വന്നു പോയതാ. ഞാനിത് കേൾക്കേണ്ടതിനാ. നീതി കേൾക്കണോ തന്നെയാണ്. ഞാനും അറിയാതെ തന്തയ്ക്ക് പറഞ്ഞു പോയി. കഴിഞ്ഞില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വീട്ടിലുള്ള ആൾക്കാർ തന്തക്കും മരുന്ന് വിളിക്കരുത്. വിളിക്കാൻ നിൽക്കണ്ട പൂറിമോനെ. ശരി, അച്ചിലോക്കി കുറിതൊട്ടമാണവേ. കഷ്ടോണ്ടരെ കൊന്നു കൊല വിളിച്ചെന്ന് പറഞ്ഞോണ്ടല്ലോ, അവന് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനി ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ നേരെ ഈഗിളിന്റെ വീട്ടിലോട്ട്, നമ്മുടെ ഇവിടുന്ന് ഒരു 2-3-4 കിലോമീറ്റർ അപ്പുറത്താണ് ഈഗിളിന്റെ വീട്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മച്ചാൻ. എന്നിട്ട് വന്നിട്ട് മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു വീഡിയോ, അതായത് നമ്മുടെ ഈഗിളിന്റെ ലൈവിനകത്ത് തന്നെ വന്ന് മാപ്പൊക്കെ ചോദിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് അതൊന്ന് കാണാം. ദിവസം നമുക്ക് ഒരു ചലഞ്ച് വരും. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്താണ്, ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ബ്രോന്റെ ഒരു വീഡിയോ കാണുന്നത്. നമ്മൾ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ എംസ്കോഡിന്റെയും ഒരു ഷാജാന്റെ കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇറക്കി ഞാനും മണവാളിനും നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മളതിൽ പിടിച്ചിരുത്തിയതാണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണലായിട്ട് സംഭവമില്ല, എന്നെ ഇവനൊക്കെ പിടിച്ചിരുത്തികളാണ് മണവാളൻ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കണ്ടന്റ് ചെയ്തപ്പോൾ ആളെ ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വാണെന്നും ഫസ്റ്റ് ഞാനാണ് വിളിക്കണത്, എന്ത് വാണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തമാശക്കാരും വാണം എന്ന രീതിയിലാണ് ഞാൻ വിളിച്ചത്. അത് വളരെ ഇതായി പോയി. അത് കണ്ടിട്ടാണ് ബ്രോ ഒരു വീഡിയോ ചെയ്തത്. റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കുറിച്ചിട്ടുള്ള നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മണവാളം വിളിച്ചു ആ സംഭവം. അപ്പോൾ ഞാൻ വിളിച്ചത് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കോൾ വിളിച്ചിട്ട് ബ്രോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോനെ വിളിച്ചിട്ട് കോൾ ചെയ്തിട്ട് സംസാരിച്ചു. എൻ്റെ വിഷയമുണ്ട്, പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളോട് കൂടി തീർന്നിട്ട് അവൻ സംസാരിച്ചു. അത് ബേസിക് പേഴ്സണലായിട്ട് എനിക്കറിയില്ല, എന്നെ കുറിച്ചിട്ടൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. കാരണം മണവാളം വിളിച്ചത് സോൾവ് ചെയ്തു.
എന്നെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പിന്നെ കാണുന്ന രണ്ടാമത്തെ റിയാക്ഷൻ ആ കോളിൽ മണവാളം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ബ്രോ, നിങ്ങളുടെ ഭാഗത്ത് ആണ് തെറ്റ്, അത് നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്കാ, നമ്മളത് റെക്ടിഫൈ ചെയ്തോളാം, അവനോട് പറഞ്ഞോളാം. അത് മണവാളം ബ്രോ അടുത്തും പറഞ്ഞിട്ടില്ല, ലൈവിൽ കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ എന്റെ അടുത്ത് പേഴ്സണൽ ഇതാണ് കൂടെ എന്ന് കോണോ വലിച്ചു കീറുക എന്ന് പറയുന്നത്. കാര്യം ഇവിടെ വിളിച്ച ആ ഒരു സംഭവം സോർട്ട് ഔട്ട് ചെയ്ത കാര്യം മണവാളൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മണവാളനെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ഇവന്മാരുടെ അടുത്ത് ആ സാധനം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇവന്മാർ തിരിച്ച് ഇങ്ങനെ തെറി വിളിക്കുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇടേണ്ടി വന്നില്ല. അപ്പോഴും മണവാളൻ അവിടെ ഉണ്ടായിരുന്നു, അതോടെ ആലോചിക്കണം. ബാക്കിയൊക്കെ പറഞ്ഞിട്ടില്ല. സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും മുന്നിൽ ഞാനാണ് കുറിക്കുന്നയും മറ്റേ കൺമശി മാണെന്നൊക്കെ എന്നെ വിളിക്കുന്നത്. നോക്കാൻ പറ്റില്ല. ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഇപ്പൊ കൊച്ചി വന്നിട്ട് മറ്റേ എയർപോർട്ടിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് പറ്റില്ല. ആൾക്കാർ എന്നെ എന്റെ കുഞ്ഞു ഒരുമാതിരി നോട്ടൊക്കെ നോക്കണം. ലൈഫിൽ ഇങ്ങനെ പോയിട്ടില്ലായിരുന്നു. സംഭവം കഷ്ടമുണ്ടാ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. മുഖം മൂടിയിട്ടൊക്കെയാണ് നടക്കണത്. പുറത്തിറങ്ങിയ ആൾക്കാർ ഇടേ കൺമശി കൊണ്ടാന്ന് വിളിച്ചിട്ട് എന്തൊരു നാണക്കേടൊക്കെയാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയം കൂടെ സംസാരിക്കാം. ഈ PSG ഗ്യാങ് ഷാജഹാൻ നടത്തുന്നില്ലേ, ഇതിനകത്ത് 18 വയസ്സ് പോലും പൂർത്തിയാവാത്ത കുറച്ച് കൊച്ചു പിള്ളേരെ പിടിച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ കൂപ്പിരി പിള്ളേരെ വെച്ചിട്ട് ഈ മണവാളിനായിട്ട് ഇപ്പോൾ അവരുടെ ഒരു യൂണിവേഴ്സ് അവിടെ നടക്കാണ്. ബോക്സിങ് വെച്ചിട്ട് നമുക്ക് വെല്ലുവിളിക്കാം, ഫൈറ്റ് നടത്താമെന്നൊക്കെ പറഞ്ഞുണ്ട്. ഈ പിള്ളേരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ഭാവി നശിപ്പിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല നിങ്ങളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഇവർക്ക് ഓൾറെഡി എന്താ സ്ക്രിപ്റ്റഡ് ആയിട്ടാണോ എന്തായിട്ടാണെങ്കിൽ പോലും അവർക്ക് അത്രയും വലിയ നെഗാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പോത്തിന്റെ കൊമ്പിന്റെ മൂർച്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയൂ. ഇവിടെ ഇവന്മാർക്ക് നല്ല രീതിയിൽ നെഗ് അയക്കുന്ന ഒരു അവസ്ഥ മനസ്സിലായി. പുറത്തിറങ്ങി നടക്കാൻ പോലും വയ്യ. ഇനി ആ പിള്ളേർ കൂടെ 18 പോലും പൂർത്തിയായിട്ടില്ല. അവന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ആക്കാനാണോ ഈ ഷാജഹാൻ ഷാക്ക് ചെയ്യുന്നുള്ള നമുക്കറിയില്ല. എനിക്കിപ്പോ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല, നാട്ടുകാരെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ആ കുറിക്കുന്ന അല്ലെങ്കിൽ പിന്നെ മറ്റേതൊക്കെ വിളിച്ചു പറഞ്ഞത് കൺമശി ആണെന്നൊക്കെ എന്നെ വിളിക്കണം. ഞാൻ കൺമശി ഇടാറില്ല, കൺമശി ഞാൻ ഇടാറില്ല. പിന്നെ ഇത് വെച്ചൊരു ക്യാരക്ടറിന് വേണ്ടി ഞാൻ കുറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറിൽ. അത് ഞാൻ രാജരാജ കമ്മത്തിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അതിനുശേഷം ഇനിയിപ്പോ കൺമശി ഇടാറില്ല, കുറിയും തൊടാറില്ല. എന്തൊരവസ്ഥയാണ്. ഇവിടെ വന്നപ്പോഴാണ് ആളെന്താണ് മൊത്തത്തിൽ കിളിപോയിരിക്കാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഇപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവരെ കൂടി എന്നെ തല്ലുവെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ. ഇനി പുറത്തിറങ്ങിയപ്പോ ഇവരുടെ നാട്ടിൽ വന്നപ്പോൾ തല്ലു കിട്ടുന്ന എല്ലാവരും നോക്കണേ, ഒരു മനുഷ്യനെ അറിയാത്തില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ ആള് സിമ്പിളായിട്ട് എന്നോട് വന്നുകൂടെ ഇരിക്കാൻ പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു. അത് ആളുടെ ഒരു മാന്യതയാണ്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ വാപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു, വാപ്പ ദുബായില്ല, ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു അവസ്ഥ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളിന്റെ കിളി പോയിട്ടിരിക്കുകയാണ് കേട്ടാ. കിളി പോയി, റിലേ മൊത്തത്തിൽ പോയിരിക്കുകയാണ്. കാര്യം അമ്മാതിരി അല്ലേ കേട്ടോണ്ടിരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിലും അല്ലെങ്കിൽ മെസ്സേജിലൊക്കെ വന്നിട്ട് ആൾക്കാർ വിളിക്കുന്ന തെറിക്ക് കയ്യും കണക്കും ഇല്ല. കുറിയിട്ട സംഭവം കിട്ടില്ല. അതിപ്പോ മൊത്തത്തില് ഇൻസ്റ്റയില് റിക്വസ്റ്റ് വരെ അങ്ങനെ തെറി വിളിച്ചുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവില് തന്ത്രമൊക്കെ വിളിച്ചോണ്ടിരിക്കുകയാണ് അവര്. ഏത് ഇൻസ്റ്റയിൽ അത് ഏതൊക്കെയോ പേജ് ഞാൻ ഇപ്പൊ നോക്കാറില്ല, നോക്കാൻ പറ്റില്ല. ഇത് 1500-2000 കമന്റ് യൂട്യൂബിൽ ഇന്നവരെ കിട്ടുന്ന 4-3 എനിക്ക് 5 കമന്റാവും എനിക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബ് നോക്കുമ്പോൾ എനിക്ക് ലീവ് പോയി 1300-2000 കമന്റ് ആവും. ഒരു കമന്റ് പോലും എനിക്ക് സപ്പോർട്ട് ഇല്ല. ഒരാളുടെ ഇങ്ങനൊരു വിഷമമുള്ളൊരു സാഹചര്യത്തെ പറ്റിയിട്ട് പറയുമ്പോൾ ചിരിക്കുന്ന മോശമാണ്. ബട്ട് സോറി ഗൈസ്, എനിക്ക് നല്ല ചിരി വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. ഞാൻ ഇതുവരെ വന്ന് സത്യം എനിക്ക് കാർ എടുക്കാനും കാർ ഓടിച്ചാൽ എനിക്കൊന്നും ഇന്ത്യയിൽ കാശില്ല, 5 പൈസ എൻ്റെ കയ്യിലില്ല. എനിക്ക് എന്റെ പിള്ളേരാണ് കാറൊക്കെ എടുത്ത് ഇവിടെ കൊടുക്കുന്നത്. കാരണം ഞാൻ എങ്ങനെ ബസ്സിൽ വരിക, ബസ്സിൽ എനിക്ക് വരാൻ പറ്റില്ല. പുറകെ വിളിക്കണേ കൺമശി എന്നൊക്കെ വിളിക്കണേ. കഷ്ടമുണ്ടേ. ഇവിടെ ബസ്സിന് പോലും വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ മണവാളം കാണിച്ചിരിക്കുന്ന തെണ്ടിത്തരമല്ലേ. ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാനെ കൊണ്ടൊരു വണ്ടിക്കൂലി പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവരുടെ റിയൽ ലൈഫിലെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് പൈസ ഒക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് അവർ എത്തിയിട്ടുള്ളത് അവസ്ഥയാണ്. ഇതിനുശേഷം ഈഗിൾ കിക്കിനകത്തിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കഷ്ടമുണ്ട് അവരുടെ അവസ്ഥ എന്നുള്ള രീതിയിൽ. മണവാളിന്റെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇതുപോലെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ട്രിഗർ ആയത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മണവാളൻ പറഞ്ഞു അത് നമ്മുടെ കൂടുതൽ ആൾക്കാരുടെ മിസ്റ്റേക്കാണ്, ഞാൻ അവരോട് സംസാരിച്ച് സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. ഇപ്പൊ പുള്ളി ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇനി വീണ്ടും നമ്മളെ വെച്ച് അടുത്ത കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇവരെ വിളിച്ചോണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ ഇത് മണവാളൻ ബ്രോ എക്സ്പോഷർ ആണോ വേണ്ടേ? ഇത് അതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വ്യൂസിന്റെ ഞാൻ ചോദിക്കുന്നതായിട്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇവരെ നിർത്തി പറഞ്ഞില്ല, കാരണം ഒരു ബേസിക് റെസ്പെക്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ കുറേ നാളായിട്ട് അറിയാവുന്നവരെ ഇവരെ നിർത്തി നോക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലും ആയിട്ട് ബ്രോയ്ക്ക് അത് പിന്നീട് ഫീൽ ആവും. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി? അത് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞോട്ടെ. പിന്നെ എനിക്കെതിരെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ യൂസ് ചെയ്തതിൽ പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് പറയണമായിരുന്നു. അതുകൊണ്ട് ഇന്റർഫിയർ ചെയ്ത് ബ്രോ നിങ്ങൾ പറഞ്ഞു. മണവാള
ഔചിത്യം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് മണവാളം കാരണം ഇവന്മാർക്ക് ഇത്രയും നെഗ്ഗായിട്ട് ഇങ്ങോട്ടേക്ക് ക്ഷമ ചോദിക്കാൻ തൃശ്ശൂരിൽ നിന്ന് പത്തനംതിട്ട വരാനെ കൊണ്ട് ഒരു പകുതി ദിവസം എടുക്കും. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് വണ്ടിക്കൂലി പോലും കൊടുത്തിട്ടില്ല. അങ്ങനെ ഇവന്മാർ ഇങ്ങോട്ട് വന്നപ്പം അതിനകത്തുനിന്നും ഇനി ഈഗിളിനെ വെച്ചിട്ടൊരു കണ്ടന്റ് ആക്കാമെന്ന് വെച്ച് പറയുമ്പോൾ അന്ന് ഈ വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്തേക്കുന്ന കാര്യമാണ്. എന്നിട്ട് ഇവന്മാരുടെ അടുത്ത് പറയാണ്ടിരുന്നത് ഇവന്മാരെ വീണ്ടും അങ്ങോട്ട് തെറി വിളിച്ച് വീണ്ടും ഇത് കത്തിക്കയറാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. എന്നിട്ട് മണവാളൻ എന്നിട്ട് പറയുന്നത് എനിക്ക് കുറെ വ്യൂവർഷിപ്പ് ഉണ്ട്, ഈഗിളിന് അത്രയില്ല, ഈഗിൾ ഏതാണ്, എനിക്ക് ഈഗിളിനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്ന വ്യക്തിയല്ലേ. ഇപ്പം നന്നായിട്ട് ഈഗിളിനെ അറിയുന്നുണ്ടാവുമല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ക്ലിയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം ബ്രോ. എന്റെ സൈഡിൽ നിന്ന് ബ്രോയുടെ ഫാമിലി മെൻഷൻ ചെയ്തതിന് ഒരു മോശം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ സൈഡിൽ ഞാൻ സോറി പറയുന്നു. അല്ല അത് കുഴപ്പമില്ല, ഇതിപ്പോ നിങ്ങൾ ക്ലിയർ ചെയ്തല്ലോ, അതിന് വലിയ കാര്യം. അപ്പൊ ഞാൻ ഫാമിലി മെൻഷൻ ചെയ്തതിൽ വിഷമമെങ്കിൽ ഐ എം സോ സോറി. നമ്മുടെ കൂടി ക്ലിയർ ചെയ്യണല്ലോ. മനസ്സിലായി. അപ്പൊ അങ്ങനെ പോട്ടെ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഓക്കെ. അതാണ് മര്യാദ. ഈഗിള് അവനെ വിളിക്കേണ്ടെന്ന് അവൻ കാണിച്ച പോകൃത്തരത്തിന് തിരിച്ച് തെറിയും വിളിച്ചു. തിരിച്ച് ഇങ്ങോട്ട് വന്നവന്മാർ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് മാപ്പ് ചോദിക്കാൻ വന്നപ്പോൾ തിരിച്ച് ഞാൻ വിളിച്ച തെറിക്കാണെങ്കിൽ മാപ്പ് ചോദിച്ചു എന്ന് പറഞ്ഞേക്കുന്നത് അത് ഈഗിളിന്റെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എങ്കിൽ അറ്റ്ലീസ്റ്റ് മണവാള നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അറ്റ്ലീസ്റ്റ് ഈ കൂടെ നിന്ന പയ്യന്മാരെങ്കിലും കൂടെ എന്നിട്ട് കോണം വലിച്ചു കയറാൻ നിൽക്കരുത് നിങ്ങൾ. ഇതിനുശേഷം ഏറ്റവും വലിയൊരു അപമാനം മണവാളന് കിട്ടുന്നുണ്ട്, അതുകൂടെ നമുക്ക് കേൾക്കാം. ഡിസ്കോഡ് ട്രോൾസ് റിയാക്ഷൻ എന്താണെന്ന് കാണണമെങ്കിൽ ബ്രോ ഈ എന്റെ ഡിസ്കോഡ് അവരൊക്കെ ഡിസ്കോഡ് എടുത്ത് നോക്കി അതിനകത്ത് ആൾക്കാർ ഇടുന്ന കാണാം. ഇത് മൂന്നും നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ്. നമ്മള് സ്ട്രീമർ അല്ല ഒന്നാമത്. അപ്പൊ പിന്നെ ബ്രോയുടെ പ്രാങ്ക് വീഡിയോയും സ്ട്രീം വീഡിയോയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം മണവാളൻ ലൈവ് ഇട്ടപ്പോൾ ഇത് കമ്പാരിസൺ നടത്തിയിട്ട് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യമുണ്ട്, നമുക്ക് അത് ഒന്നോടൊന്ന് കേൾക്കാം. 7 crore വ്യൂസ് ആണ് ആൾക്ക് ഇന്നേ വരെ, അതായത് 8 വർഷം യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. 8 വർഷം സ്ട്രീം ചെയ്ത് ഉണ്ടാക്കിയ ആൾക്ക് 7 കോടി. എൻ്റെ പ്രൈം ടൈമിൽ എനിക്ക് ഒരു മാസം വന്നിട്ടുണ്ട് ഈ 8 CR വ്യൂസ്. എൻ്റെ വ്യൂസ് നോക്ക് 100 CRന്റെ മേലെയാണ്. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രീമർ ആയിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ആ എൻ്റെ വ്യൂസ് വെച്ച് കമ്പയർ ചെയ്യണം. അപ്പൊ സാധനം നോക്ക്, താളവടിക്ക് ഒരു കുറവും ഇല്ല. എന്നിട്ട് ഇപ്പൊ വന്ന് പറയുകയാണ് ബ്രോ ഞാൻ അങ്ങനെ സ്ട്രീമർ അല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഇത് ആദ്യമേ അത് ആ രീതിയിൽ അങ്ങ് സംസാരിച്ചാൽ പോരായിരുന്നു. എന്നിട്ട് വലിയ താളം അടിച്ചിട്ട് ഒരു ബാൻ വന്നാൽ തീരാവുന്നുള്ള ഈ കാണിക്കുന്ന വ്യൂവർഷിപ്പ്, അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കാലാകാലം നോക്കിയിരിക്കേണ്ടി വരും. പറഞ്ഞില്ലേ ബ്രോ, ഒന്നിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അതൊട്ടും ശരിയല്ല, നമ്മുടെ ജീവിതത്തെയൊക്കെ മോശമായിട്ട് അത് ബാധിക്കും. മണവാള വിത്ത് റെസ്പെക്ട് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലാസ്റ്റ് വട്ടം കോൾ വിളിച്ചപ്പോഴും മര്യാദയ്ക്കാണ് ഞാൻ സംസാരിച്ചത്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. സംസാരിക്കാൻ താല്പര്യമില്ല മച്ചാനെ. കോള് കട്ട് ചെയ്യും മച്ചാനെ. ശരി കട്ടി. ഇതിലും വലിയൊരു അപമാനം കിട്ടാനുണ്ടോ മണവാള? സംസാരിക്കാൻ താല്പര്യമില്ല, ഇനി ഇങ്ങോട്ട് മേലെ വിളിച്ചു പോരെന്നുള്ളൊരു താക്കീതാണ്. ഇനി വിളിക്കണം ആഗ്രഹിച്ചാലേ അത് പറ്റൂല. അതോടെ നമുക്ക് കാണാം. ഞാൻ ഇവനെയൊക്കെ ബ്ലോക്ക് ചെയ്യട്ടെ. എന്ത് ആവശ്യത്തിനാണ് ഇവന്മാരെയൊക്കെ ഇതാക്കിയിട്ടേക്കുന്നത്? ശല്യം കോളൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകണം. ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോട്ടെ. എനിക്ക് ഇതൊന്നും വയ്യ. ഞാനിത് ബ്ലോക്ക് ചെയ്യുവാണേ. ഈ പ്രൊഫൈൽസൊക്കെ എനിക്ക് കോൾ വിളിക്കുന്ന പ്രൊഫൈലൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്യുവാണേ. ഞാൻ ബ്ലോക്ക് ചെയ്ത്. മണവാള ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ? ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം കരഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരം കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സങ്കടങ്ങളെല്ലാം തീരും. അങ്ങനെ കണ്ണീരെ തുടച്ചിട്ട് ഇനി ലൈവിനകത്ത് വന്നാൽ മതി എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. സോ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ നമ്മുടെ കിട്ടുന്ന വ്യൂവർഷിപ്പോ സബ്സ്ക്രൈബർ കൗണ്ടോ ഫോളോ കൗണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാനോ അത്തരം കാര്യങ്ങളൊക്കെ എന്തോ വലിയ സംഭവമായിട്ട് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ അടുത്താണെങ്കിലും ചില ആൾക്കാരൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ഭയങ്കര അങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ലേ, ഇങ്ങനെ പല ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. പേഴ്സണലി എനിക്കത് ഇഷ്ടമല്ല. ആ രീതിയിൽ ആരും ഇപ്പം എന്നെ ആണെങ്കിലും അത്തരത്തിൽ ഒരിക്കലും നിങ്ങൾ കാണാൻ പറ്റില്ല. നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എന്താണ് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, നമ്മൾ ഒരു ജോലി പോലെ ചെയ്യുന്നു, അത് അങ്ങനെ പോകുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തോട്ട് ഒന്നുമല്ല ഇത്. അത് എല്ലാവരും മനസ്സിലാക്കുക. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഫെയിം ആണെങ്കിലും ഫോളോ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല. ഒരു ബാൻ വന്നാൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അതെല്ലാവരും മനസ്സിലാക്കുക. എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.